ഗുഡ് മോർണിംഗ് സിലാം. ഇന്നലെ ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലോ, എല്ലാരും ഹോംവർക്ക് എടുത്തേ. ഹോംവർക്ക് എടുക്ക നോക്കട്ടെ. എന്താണോ ബുക്കവിടെ? അതെന്താ കൊച്ചിനെ മറവി രോഗം വന്നോ? കാര്യം പറയണോ? എടുക്കാൻ മറന്നുപോയി. അതെന്താ മറന്നത്? കൊച്ചിനെ മറവി രോഗം വന്നോ? സാറിന്റെ സബ്ജക്റ്റിന് പകരം കെമിസ്ട്രി നോട്ടാ എടുത്ത്. അതിനെന്താ എന്റെ ഇതിന് വരെ കെമിസ്ട്രി എടുക്കാൻ എനിക്ക് എത്രയ്ക്ക് ബോധമില്ലേ? എനിക്ക് ബോധമില്ലേ? മറവിയാണ് ബോധമില്ലേ? എല്ലാം മറന്നുപോയതല്ല സാർ, അത് മാറിപ്പോയതാ. അങ്ങനെ മാറിപ്പോണ്ട. അശ്രദ്ധയാണ് ഇതിനെല്ലാം കാരണം. ഇതിനെല്ലാം അശ്രദ്ധയും ഉണ്ട്. അപ്പൊ തനിക്ക് അശ്രദ്ധ കാരണമാണ് നമുക്ക് മാറിപ്പോയത്. മറവിയും അശ്രദ്ധയും എല്ലാം കൂടെ ആയിട്ട് തന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. തിരിഞ്ഞെ അപ്പൊ ഹോംവർക്ക് ചെയ്തതാണ്, ബുക്ക് എടുക്കാൻ മറന്നെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ബോർഡിലൊന്ന് ഇതൊന്ന് ചെയ്തേ നോക്കട്ടെ. 5 കണക്കും ബോർഡിലൊന്ന് ചെയ്തേ നോക്കട്ടെ, അറിയാവോ? പെട്ടെന്നാവട്ടെ. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഹോംവർക്ക് ചെയ്യാനേ അറിയില്ലേ? കൊണ്ട് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ടീച്ചർ. അപ്പൊ തനിക്ക് മറവി രോഗം, അശ്രദ്ധ, ഹോംവർക്ക് ചെയ്തത് ബോർഡ് ചെയ്യാൻ പറഞ്ഞാൽ കഴിയും അല്ലേ? അല്ലേ പറഞ്ഞേ? അപ്പൊ തനിക്ക് അശ്രദ്ധ, മറവി എല്ലാം ഉണ്ട്. അപ്പൊ അതിനുള്ള മരുന്ന് എന്താണെന്ന് എനിക്കറിയാം. തിരിഞ്ഞു നിൽക്കണോ ടേബിളിന്റെ അവിടെ? ശരി. പിന്നെ മറവിക്ക് 3 അടി. ഇവിടെ നിൽക്കലോ. മറവിക്ക് പിന്നെ അശ്രദ്ധയ്ക്ക് 3 അടി. എന്റെ ക്ലാസ്സിൽ ഇനി ബുക്ക് വരാതിരിക്കുമല്ലോ. എന്നിട്ട് കള്ളവും പറഞ്ഞ് മറവിയും പറഞ്ഞ് ഹോംവർക്ക് ചെയ്യാതെ ഇനി മേലെ ആവർത്തിക്കുമോ? ഇല്ല. ഇനി കള്ളം പറയുവോടോ? ഇല്ല. കള്ളം പറയോ? ഇനി വീട്ടിൽ പോയി ബുക്ക് കണ്ട ഹോംവർക്കിന്റെ കാര്യം ഓർമ്മ വരുമോ തനിക്ക്? ഇനി മറക്കോ? ഇല്ല സാർ. ഇനി മറക്കാതിരിക്കാനും കള്ളം പറയാനും എല്ലാത്തിനും കൂടെ 2 അടി ഞാൻ വേണ്ട സാർ, വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ മതിയോ വേണ്ടെന്ന്? ഇവിടെ കിടോ. മനസ്സിലായോ? അവിടെ വൈകി. അടുത്തത് ചോദ്യോത്തര വേളയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരി ഉത്തരം പറയണം. ഓക്കെ? a+b² മൈനസ് a - b എത്രയാണ്? a-b² എത്രയാണ്? a+b² മൈനസ് b² എത്രയാണ്? എനിക്കോ a+b² എന്നിട്ട് ക്വസ്റ്റ്യൻ പറയാനല്ല ഞാൻ പറഞ്ഞത്. ആൻസർ പറയും. =2a. നോ. 4a. നോ. ബാക്കി പറ. ബാക്കി പറയടോ. ഇങ്ങോട്ട് നിൽക്കും. 4ab എന്നാണ് ഉത്തരം. ഇങ്ങോട്ട് ഇറങ്ങി വാ. ബാക്കി ഞാൻ കയ്യിലോട്ട് തരാം. ഇങ്ങോട്ട് കയ്യിലോട്ട്. ഉത്തരം അറിഞ്ഞൂടെങ്കിൽ അറിയില്ലെന്നങ്ങ് പറഞ്ഞ ചുമ്മാ മാറ്റി മാറ്റി പറയരുത്. 4ab ആണ് എന്റെ ആൻസർ. മനസ്സിലായോ? അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടെന്നങ്ങ് ആദ്യം പറഞ്ഞാ പോരെ. എന്തിനാ തെറ്റി ആൻസർ പറയുന്നേ? അവിടെ പോയിക്ക്. വാക്കിന് വിലയുണ്ടായിരിക്കണം. മനസ്സിലായോ?
അല്ല ചുമ്മാ എന്തെങ്കിലും ഒന്ന് പുലമ്പിക്കൊണ്ടിരിക്കും. പഠിക്കാനും വയ്യ, ബുക്ക് കൊണ്ടുവരാനും വയ്യ, ഒന്നിനും വയ്യ. എന്നിട്ട് ചുമ്മാ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പോയിക്കോളും. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 പ്ലസ് 100 എത്രയാണ്? 100 പ്ലസ് 100 300. 100 പ്ലസ് 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ആണ്. അതും അറിയാം. അത് പോലും അറിയത്തില്ല. അത് പോലും നേരത്തെ തടിയല്ല, ഒരടി കൂടുതൽ ഞാൻ ഇതിനാണ് ഇങ്ങോട്ടുണ്ടോ പിടിക്കുന്നേ? അവിടെ ഇരിക്കേ. ഇനി അടുത്ത ഞാൻ തെറ്റുവാണെങ്കിൽ 4 അടി ബാക്കിലാണ് തരാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. 300 പ്ലസ് 300 200. 300 പ്ലസ് 300 200. അവിടെ പോയി നിൽക്കും. ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ വന്നു നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിന്റെ ആൻസർ അറിയത്തില്ല. എന്തെങ്കിലും വന്ന് പുലമ്പുവാണ്. മനസ്സിലായോ? അടുത്തത് നോക്കൂ ക്വസ്റ്റ്യൻ. ഞാൻ എത്ര ഇതെടുത്താണെന്ന് അറിയോ അന്ന് ക്ലാസ് എടുക്കുന്നത്? 50 പ്ലസ് 50 എത്ര? 200. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് വന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഞാൻ വിചാരിക്കും ക്ലാസ് എടുക്കുന്ന നേരത്ത് നിങ്ങളുടെ ഈ മന്ദബുദ്ധി തലയിൽ എന്തെങ്കിലും കയറുമെന്ന് വിചാരിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിന്റെയൊക്കെ ഈ പേട്ട തലയിൽ ഒന്നും കേറുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ചിരിക്കുന്നോടോ? ചിരിക്കുന്നോ? ഒരു ക്ലാസ്സിന് പുറത്ത് നിൽക്കണം. നീ ഇനി പുറത്തുനിന്ന് പഠിച്ചാ മതി. ചിരിക്കുന്നവള്. അപ്പൊ ഇന്ന് ഞാൻ ഇനി വേറെ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. നീ ഈ പീരീഡ് ഫുള്ളും പുറത്തിരുന്നാ മതി. ഇനി നമുക്ക്